ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അബിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ടല്ലോ. എന്നിട്ട് അബിയുടെ പരിഭ്രമം കണ്ടിട്ട് ആരാ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ജലജ. അപ്പോൾ അബി പറയുന്നുണ്ട്, നവ്യക്ക് പെയിൻ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകാൻ നോക്കുന്നുണ്ട്. ഏതായാലും ജലജക്ക് അബി അങ്ങോട്ട് പോകുന്നതൊന്നും അത്രക്കങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അബി നവ്യയുടെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് നവ്യ വേദന സഹിക്കാൻ കഴിയാതെ കനകയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ടുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട മോളെ, അബി ഇപ്പോൾ എത്തും. പിന്നെ ഗോവിന്ദനാണെങ്കിൽ നവ്യയുടെ കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരുടെ മുഖത്ത് നല്ല വേവലാതിയുണ്ട്. അബിയെ കണ്ടത് നവ്യ പറയുന്നുണ്ട്, അബി എനിക്ക് നല്ല വേദനയുണ്ട്. പെട്ടെന്ന് തന്നെ അബി അവളെ ചേർത്ത് പിടിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. കൂടെ കനകയും പോകുന്നുണ്ട്. ഗോവിന്ദന് ഇതൊന്നും താങ്ങാൻ കഴിയില്ലാത്തതുകൊണ്ട് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഗോവിന്ദട്ടൻ ഇവിടെ നിന്നോ, ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി നവ്യയെ ലേബർ റൂമിലേക്ക് ഇങ്ങനെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നവ്യക്ക് വല്ലാത്ത പേടിയും വേദനയും ഒക്കെ ഉണ്ട്. ലേബർ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് അബിയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. അപ്പോൾ അബി പറയുന്നുണ്ട്, നീ ഒന്നും പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ ഇവിടെ പുറത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തു നിൽക്കും. അങ്ങനെ നവ്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഏതായാലും അബിയുടെ മുഖത്ത് നല്ല വേദനയും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. അത് കണ്ട് കനക പറയുന്നുണ്ട്, മോൻ ഇങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, ഇത് സാധാരണ എല്ലാ ഗർഭിണികൾക്കും ഉണ്ടാകുന്ന വേദനയാണ്, അവൾക്കൊന്നും സംഭവിക്കില്ല, മോൻ വിഷമിക്കണ്ട. അപ്പോൾ അബി പറയുന്നുണ്ട്, അവൾ ലേബർ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ നോക്കിയ നോട്ടം അത് കണ്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അമ്മേ. അന്നേരം കനക പറയുന്നുണ്ട്, അത് ഭാര്യമാരെ സ്നേഹിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും ആ വേദനയും വിഷമവും ഉണ്ടാകും മോനെ, മോൻ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും കനക അങ്ങ് തിരിഞ്ഞു നടന്നു അബിയുടെ തനി സ്വരൂപം കാണുന്നുണ്ട്. ശരിക്കും ഒരു ചതിയൻ കുറുക്കൻ്റെ മുഖമായിരുന്നു അവനപ്പോൾ. എല്ലാം അവൻ്റെ ഒരു നാടകമാണെന്ന് പാവം കനകയും തിരിച്ചറിയുന്നില്ല. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ റൂമിൽ ആദർശ് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നുണ്ട്. നിൻ്റെ വിഷമം പോയില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനും നയനയും തീരുമാനിച്ചതാണ്, ഒരു കാര്യവും മറച്ചു വെക്കില്ല എന്ന്, എന്തു തന്നെയായാലും പരസ്പരം തുറന്നു പറയുമെന്ന്. അവൾ എന്നോട് ഒരു രഹസ്യം മറച്ചു വെച്ചതിൻ്റെ പേരിൽ ഞാൻ അവളെ വിമർശിച്ചതാ. ആ സ്ഥിതിക്ക് എനിക്ക് അവളോട് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല മുത്തശ്ശ. ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ചില അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുന്നതാണ് മോനെ നല്ലത്. കാരണം ഒരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിന് വേറൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, നിൻ്റെ അമ്മ ഇപ്പോൾ നിന്നേക്കാൾ സ്നേഹിക്കുന്നത് അവളെയാണ്. അതുകൊണ്ട് ഇതറിഞ്ഞാൽ നിൻ്റെ അമ്മ നിന്നെ കളഞ്ഞെന്നും വരും. എല്ലാം കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, പക്ഷേ മുത്തശ്ശ, എനിക്കിത് അധിക നാളൊന്നും നയനയിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം താഴെ ഹാളിൽ ചന്തുമോളുടെ വായിൽ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കുകയാണ് നയനയും ദേവയാനിയും. അവർ വളരെ സ്നേഹിക്കുകയാണ് ചന്തുമോളെ. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആദർശ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ മോളെ ഒന്ന് എടുക്കടാ എന്ന് പറയുന്നുണ്ട്. അന്നേരം ആദർശ് സ്നേഹത്തോടെ ചന്തുമോളെ എടുക്കുന്നുണ്ട്. എന്നിട്ട് മോളോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് ടോയ്സ് വേണോ? അതേ, എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ചന്തുമോള്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ മോൾക്ക് കുറേ ടോയ്സ് വാങ്ങിക്കൊണ്ടുവരാം. അത് കേട്ട് സന്തോഷത്തോടെ തലയാട്ടുന്നുണ്ട് മോള്. എങ്കിലും ഇടയ്ക്ക് അമ്മയെപ്പറ്റി ഓർമ്മ വരുമ്പോൾ അമ്മയെപ്പറ്റി ചോദിക്കുകയും കുറച്ച് വിതുമ്പലും ഒക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഏതായാലും ആദർശ് നയനയും നവ്യ ഹോസ്പിറ്റലിലായ വിവരം അറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. നയന ചോദിക്കുന്നുണ്ട് അമ്മയോട്, അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, അറിയില്ല മോളെ, നല്ല വേദന വന്നപ്പോഴാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത്, ഉടനെ പ്രസവം നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അഭിമോൻ ആകെ വിഷമിച്ച് നിൽക്കുകയാ. എന്നിട്ട് ആദർശ് അബിയെ വിളിച്ചിട്ട് കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എടാ, നയനയുടെ അമ്മയോട് ചന്തുമോളെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അപ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ ഏട്ടാ? എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, പറയില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ നയനയ്ക്ക് വല്ലാത്ത ആശങ്ക, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോഴേക്കും നേഴ്സ് പുറത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നവ്യയുടെ ഹസ്ബൻഡ് ആരാ എന്ന്. അപ്പോൾ
അപ്പോൾ അഭി പ്രാർത്ഥിക്കുന്നുണ്ട്, നവ്യക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയണേ ഭഗവാനേ എന്ന്. പക്ഷേ അഭി മനസ്സിൽ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. നഴ്സ് പറയുന്നുണ്ട്, നവ്യ പ്രസവിച്ചു, ആൺകുട്ടിയാണ്, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അത് കേട്ട് നയനക്കും കനകക്കും ആദർശനുമൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കനക അഭിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ ടെൻഷനൊക്കെ പോയല്ലോ മോനെ? അന്നേരം അഭി പറയുന്നുണ്ട്, പോയല്ലോന്നോ, ഞാൻ ഇത്ര നേരം നെഞ്ചിടിപ്പോടെയാണ് നിന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ എല്ലാവർക്കും സ്വീറ്റ് വിതരണം ചെയ്യണം, ജ്വല്ലറിയിലും സ്വീറ്റ് വിതരണം ചെയ്യാൻ ഞാൻ വിളിച്ചു പറയാം. പിന്നെ ആദർശ് പറയുന്നുണ്ട്, എടാ നീ ഭാഗ്യവാനാ, മൂർത്തിമുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ആദ്യം അച്ഛനാകുന്നത് നീയാ. എന്നാൽ പിന്നെ ഞാൻ സ്വീറ്റ് വാങ്ങി വരാമെന്നും പറഞ്ഞ് അഭി പോകുമ്പോൾ ആദർശം കൂടെ പോകുന്നുണ്ട്. പിന്നെ അഭി ആദർശിനോട് പറയുന്നുണ്ട്, ഏട്ടൻ പറഞ്ഞതിൽ ഒരു തിരുത്തുന്നുണ്ട് കേട്ടോ, മൂർത്തിമുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ആദ്യം അച്ഛനാകുന്നത് മൂത്ത ആളായ ഏട്ടൻ തന്നെയാണ്. ചന്തുമോളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിൽ എനിക്കൊരു പങ്കുമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഏട്ടൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമാണ്, എങ്കിലും സംഗതി സത്യമാണെങ്കിൽ പറഞ്ഞത് തിരുത്തി പറയേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്, വേറെ ആരോടുമല്ല, എന്നോടെങ്കിലും. അത് കേട്ട് ടെൻഷനാകുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.